ഹലോ. ഹലോ, ആ, ലിയാഖത്ത് അലി സാറല്ലേ? ലിയാക്കത്താണ്. എന്തൊക്കെയാ വിവരം, സുഖല്ലേ? സുഖം. ഞാന് മലപ്പുറം ഭാഗത്തുനിന്നാണ് വിളിക്കുന്നത്. ആ, അപ്പൊ എനിക്ക് വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഉം. ഇപ്പോ നമ്മൾ നബിന്റെ മുന്നേ ഒരുപാട് നബിമാര് വേറെ വന്നിട്ടുണ്ടല്ലോ. എന്നാര് പറഞ്ഞു? ചരിത്രത്തിൽ അങ്ങനെയല്ലേ ഉള്ളത്? അങ്ങനെ ചരിത്രം ഇല്ലല്ലോ. മുഹമ്മദ് നബി പറഞ്ഞല്ലേ. മുഹമ്മദ് നബി പറഞ്ഞതല്ലാത്ത വേറെ ചരിത്രപരമായ തെളിവൊന്നും അങ്ങനെ കുറെ പ്രവാചകന്മാർ വന്നതിനില്ല. അങ്ങനല്ല, അപ്പൊ മുമ്പ് 1,00,000-ത്തോളം വരുന്ന 1,00,000-ത്തിൽ വരുന്ന നബിമാർ വന്നത് മുഹമ്മദ് നബി പറഞ്ഞല്ലോ. പറഞ്ഞ കഥയാണെന്ന്, അതിന് വേറെ ചരിത്രപരമായ തെളിവൊന്നും ഇല്ലാന്ന്. അങ്ങനെയാണുള്ളത്. ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം മുഹമ്മദ് നബി ഉണ്ടാക്കിയതാണ്. അത് അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മുഹമ്മദ് നബി പറഞ്ഞ കഥയാണ് ഖാത്തിമുൻ നബിയും അതിന് മുമ്പത്തെ ആദം നബി തൊട്ടുള്ള നബിമാരും ആ കഥ. അല്ല, അപ്പൊ അതൊക്കെ ഈ ബൈബിളിലെ ഈ കഥാപാത്രങ്ങളാണ് മാത്രമാണ്. ഒരു ലക്ഷം വരുന്നത് മൊത്തം ഫേക്ക് ആണെന്ന അങ്ങനെയാണോ? അങ്ങനെ ഒരു ലക്ഷത്തിന്റെ കഥ എവിടെ ഇല്ലാന്ന്. മുഹമ്മദ് നബി പറഞ്ഞൊരു കഥയാണ് അത്. അതിന് വേറെ തെളിവൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. മുഹമ്മദ് നബി പറഞ്ഞു എന്നല്ലാത്ത ഒരു തെളിവും അതിനില്ല. അത് പിന്നെ ഖുർആനില് ഇത് പിന്നെ നബിമാരെ പറ്റി പറയുന്നുണ്ടല്ലോ. ഖുർആന് മുഹമ്മദ് നബി പറഞ്ഞതല്ലേ. പേരെടുത്ത് പറയുന്ന ഒരുപാട് നബിമാരുണ്ടല്ലോ. അപ്പൊ എത്ര അവരൊക്കെ പേരുണ്ട്? ഫേക്കാണ് എനിക്കറിഞ്ഞൂടാ. ഇരുപത്തഞ്ച് കറക്റ്റ് പേരുടെ പേരാണ് നമ്മൾ പഠിച്ചു വെക്കൽ നിർബന്ധമുള്ളത്. അപ്പൊ ആ ഇവരൊക്കെ 25 പേരും ബൈബിളിലുള്ള കഥാപാത്രങ്ങളാണ്. ഒരു നബിമാരൊന്നുമല്ല. ലൂത്തൊക്കെ ഉണ്ട് ബൈബിളത്തെ കഥാപാത്രമായിട്ടുള്ള ലോത്ത് എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ട്. ലൂത്ത് നബി ആയിട്ടാണ് ഇസ്ലാമിൽ പറയുന്നത്. അപ്പൊ ഇവരൊക്കെ ശരിക്കും എന്താണ് ചരിത്രപരമായിട്ട് ഇവരൊക്കെ ആരാണ്? ഇതൊക്കെ കഥയാണ്. നിങ്ങൾ ഈ ശ്രീരാമനെയും പിന്നെ വിഷ്ണുവിനെയും ശിവനെയും ഒക്കെ കേട്ടിട്ടില്ലേ? ആ ഇതൊക്കെ കഥകളാണ്, ഐതിഹ്യങ്ങളാണ്, അതേമാതിരത്തെ കഥാപാത്രങ്ങളാണ്. ബൈബിൾ കഥയിലെ കഥാപാത്രങ്ങളാണ് ഇതൊക്കെ. അതിനെ എടുത്തിട്ട് പ്രവാചകനാക്കി ഓലൊക്കെ പണ്ട് മുസ്ലിങ്ങളായിരുന്നു എന്ന് പറഞ്ഞു. മുഹമ്മദ് നബി ഉണ്ടാക്കിയ കഥയാണ്. അതിന് വേറെ അപ്പൊ തെളിവൊന്നുമില്ല. അല്ലാതെ അതൊന്നും പിന്നെ പ്രവാചകന്മാരല്ല. അങ്ങനെ കഥാപാത്രങ്ങളുള്ളതിന് അങ്ങനത്തെ ആളുകൾ ജീവിച്ച അവർ പ്രവാചകന്മാരായിരുന്നതിനോ അവർ ഇസ്ലാം പ്രചരിപ്പിച്ചതിനോ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചതിനോ അന്ന് ഇസ്ലാം എന്നൊരു മതം ഉണ്ടായിരുന്നതിനൊന്നും യാതൊരു തെളിവില്ല. വെറും ഒരു ഈ ബഡായി മാത്രമാണ്. ഈ ആദം നബി മുതലേ ഇസ്ലാമാണെന്നല്ല പറയണേ. അതാ പറഞ്ഞത്. അത് മുഹമ്മദ് നബി പറഞ്ഞതല്ലേ, വേറെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാം ഇപ്പൊ നമ്മൾ നബി പറഞ്ഞതല്ലേ. ആ, നബി പറഞ്ഞുണ്ടാക്കിയ അതല്ലേ പറഞ്ഞത്. ഇസ്ലാം എന്ന് പറയുന്ന ഈ കഥ മുഹമ്മദ് നബി പറഞ്ഞുണ്ടാക്കിയതാണ്. വേറൊരു കഥയില്ല. അതില് കുറെ കഥകള് ബൈബിളിൽ നിന്നൊക്കെ ചൂണ്ടി കണക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ശരിയാ. പിന്നെ ആവശ്യത്തിനുള്ള മാറ്റങ്ങളൊക്കെ മുഹമ്മദ് നബി ബൈബിളിൽ നിന്നുള്ള കഥയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വരുത്തുന്നുണ്ട്. അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണല്ലേ. ഏ ഒരു സംശയം ഉണ്ടായിരുന്ന ആ, പിന്നെ ഇത്രയും നബിമാര് ഫേക്ക് ആവുമോ എന്നുള്ള ഒരു പിന്നെ നബിമാര് ഫേക്കല്ല. അങ്ങനെ സംഭവമേ ഇല്ല. കഥയാണ് ഫേക്ക്. അല്ല, അങ്ങനെ മനസ്സിലായി. അതായത് മുഹമ്മദ് നബി ഇസ്ലാം ഉണ്ടാക്കിയ സമയത്ത് മുഹമ്മദ് നബിക്ക് അതിന്റെ മുമ്പുള്ള മതങ്ങളിൽ നിന്ന് ചൂണ്ടിയെടുത്ത കഥയാണ് ഈ ഉൽപ്പത്തി, അതേപോലെ ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, ആദ്യത്തെ മനുഷ്യൻ. ഈ കഥ മുഴുവൻ തോറയിൽ നിന്ന്, പഴയ നിയമത്തിൽ നിന്ന് ചൂണ്ടിയതാണ്. ഉൽപ്പത്തി ചൂണ്ടിയതാണ്. അങ്ങനെ ചൂണ്ടിയപ്പോ അതിൽ കണ്ട കുറെ കഥാപാത്രങ്ങളൊക്കെ അവരൊക്കെ പ്രവാചകന്മാരായിരുന്നു, അവരൊക്കെ നബിമാരായിരുന്നു, ഞാൻ വന്ന പോലെ വന്ന ആൾക്കാരായിരുന്നു എന്നും നബി പറഞ്ഞു. പക്ഷെ തോറയിൽ പലതും അവരുടെ ചരിത്രം, അവരുടെ എന്താ പറയാ പൂർവികന്മാരുടെ ചരിത്രം പറയുമ്പോൾ പറയുന്ന കഥാപാത്രങ്ങൾ മാത്രമാണ്. അപ്പൊ അതില് ലോത്ത് നബിയാണ് ഇസ്ലാമിൽ വരുമ്പോ. പക്ഷെ ബൈബിളിലെ ലോത്ത് പ്രവാചകനൊന്നുമല്ല. ബൈബിളിലെ ലൂത്തിന്റെ പെൺകുട്ടികളില് മക്കളുണ്ടാക്കി ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. പെൺകുട്ടികള് വാപ്പാക്ക് മദ്യം കൊടുത്ത് അവൻ പിതാവിൽ നിന്ന് ഗർഭിണിയായി എന്നൊക്കെയാണ് കഥ. അതൊക്കെ ഇസ്ലാമിൽ വന്നപ്പോ ആ കഥയൊക്കെ ഒഴിവാക്കിയിട്ട് ലൂത്ത് നബിയാക്കി പുറത്തേക്ക് എടുത്തുക്കണം. അപ്പൊ ഇതിനൊന്നും വേറെ ചരിത്രപരമായി തെളിവില്ല. ഞാൻ പറഞ്ഞത് ഇത് ഇപ്പൊ അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവം ഈ പറയുന്നത് പോലെ ഒരു ദൈവത്തിനോ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിനോ മുഹമ്മദ് പറഞ്ഞുണ്ടാക്കിയ കഥക്ക് അപ്പുറത്തേക്ക് ഒരു തെളിവില്ല. 6-ാം നൂറ്റാണ്ടിന് മുമ്പ് ഒരു ഇസ്ലാം മതം ഉണ്ടായിരുന്നതായിട്ട് ലോകത്ത് എവിടെയും ഒരു തെളിവില്ല.
ഓക്കെ. അതാണ് അതിന്റെ കഥ. അതുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചാൽ മതി. വേറെ ഇല്ല. മുഹമ്മദ് നബി ഒരു മതം ഉണ്ടാക്കുമ്പോ ഇതിന്റെ പൂർവ്വ കഥാപാത്രങ്ങളൊക്കെ ഇതൊക്കെ ഞാൻ ഇവരുടെയൊക്കെ പിന്മുറക്കാരനാണെന്നും ഞാൻ ഇതിൽ അവസാനത്തെ കണ്ണിയാണെന്നും എന്നിലൂടെ ഇത് പൂർത്തീകരിക്കപ്പെടുകയാണെന്നും ഇനിയൊരു പ്രവാചകനോ മതമൊന്നും വരാനില്ല എന്നും പറഞ്ഞ് സീല് വെച്ചാണ് പോവാണ്. അല്ല അപ്പൊ ഒന്നുമില്ല. ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെയാണ് ഇപ്പൊ ഈ ജിന്നുകൾ എന്ന് പറഞ്ഞ സംഭവമൊക്കെ. ജിന്നുകളൊക്കെ അങ്ങനെ അതൊക്കെ ആ നാട്ടിൽ അന്ന് കേട്ടുകേൾവിയുള്ള കഥകളാണ്. മുഹമ്മദ് നബീന്റെ കാലത്ത് ആ പ്രദേശത്തും അതിന്റെ ചുറ്റിലും ഒക്കെ ഉണ്ടായിരുന്നതാണ് ഈ കഥകളൊക്കെ. ഈ ജിന്നൊന്നും യഥാർത്ഥത്തിൽ ഇല്ല, സംഭവം ഇല്ല. ഇല്ല. ഇതൊക്കെ പിന്നെ നബി പറഞ്ഞ കഥയാണെന്ന് മാത്രം. അത് കഥയാണ്. മുഹമ്മദ് നബിക്ക് അത് മാത്രല്ല, മുഹമ്മദ് നബിക്ക് സിഹർ ബാധിച്ചിട്ടുണ്ടെന്നല്ലേ കഥ. ഏതോ ഒരു പിന്നെ ജൂത സ്ത്രീയോ ക്രിസ്ത്യാനിയോ ആരോ എന്തോ ഒരു ബിംബത്തിൽ എന്തോ മുടിയോ ചീർപ്പോ ചുറ്റിന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് കണ്ടിലിട്ടു എന്നൊക്കെ ഇരുന്നിട്ട് നബിക്ക് പനി പിടിച്ചു വറച്ചു എന്നൊക്കെയല്ലേ കഥ. അതൊക്കെ ആ നാട്ടിലുള്ള നമ്മളെ നാട്ടിലില്ലേ, കൈവശം കിട്ടിയതാണ്, മാട്ടുമാരണം ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് തങ്ങന്മാരെയും ജ്യോത്സ്യന്മാരെയും കാണാൻ നടക്കുന്ന മനുഷ്യന്മാരില്ലേ. ആ സാധനം, ആ അന്ധവിശ്വാസം ആ കാലത്ത് അതിനൊക്കെ കഥകൾ മെനഞ്ഞു എന്നല്ലാതെ ഇതിനൊന്നും യാതൊരു അടിസ്ഥാനമില്ല. ഇതൊക്കെ നമുക്ക് ഇതൊക്കെ ഇങ്ങനത്തെ ഈ പുകക്കഥകൾക്ക് അപ്പുറത്തേക്ക് മനുഷ്യന്മാരെ ബാധിക്കുന്ന കാര്യത്തിൽ ഇതൊക്കെ എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് നോക്കിയാൽ തന്നെ കാര്യം മനസ്സിലാവൂലേ നമുക്ക്. മലക്കുകൾ എന്നൊക്കെ പറയുന്നതൊക്കെ ഫേക്കാണ്. പിന്നെ ഒക്കെ കഥകളാണ്. മലക്ക് വരുന്നു, മാലാക വരുന്നു. നമ്മളെ നാട്ടിൽ വെളിച്ചപ്പാടുമാരുടെ ദേഹത്ത് ഇപ്പോഴും ദേവികൾ വന്ന് കയറുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ കഥകൾ ഇപ്പൊ എല്ലാവരും വിശ്വസിക്കുമോ? പിന്നെ വിശ്വസിക്കും. വിശ്വസിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഇറങ്ങിയിട്ട് നിങ്ങളൊരു ഒരു 2-3 മാസത്തെ ഒരു പ്രയത്നത്തിലൂടെ നിങ്ങളൊരു ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ട് നിങ്ങളൊരു ദൈവിക പരികല്പനയിലേക്ക് മാറിയിട്ട് നിങ്ങളൊരു കഥ മെനഞ്ഞു നോക്കിയേ, നിങ്ങളെ വിശ്വസിക്കാൻ ആളുണ്ടാവും. ഒരു സംശയം വേണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാലം എങ്ങനെ ഇസ്ലാം അതിജീവിച്ചു വന്നത്? എവിടെ ഇസ്ലാം അതിജീവിച്ചത്? ഇതുപോലുള്ള ആളുകൾ മുമ്പ് വന്നിട്ടില്ല. എതിർക്കുന്ന ആളുകളൊക്കെ ചെയ്തിട്ടല്ലേ ഇസ്ലാം. അപ്പൊ ക്രിസ്ത്യാനിറ്റി അതിജീവിച്ചില്ലേ? ഹിന്ദുമതം അതിനേക്കാളും കുറെ കാലമായി നിലനിൽക്കുന്നില്ലേ? ഇതെങ്ങനെയാണ് മതവും വിശ്വാസവും ഇങ്ങനത്തെ അന്ധവിശ്വാസമൊക്കെ അതിജീവിക്കുന്നത്? ഇതിങ്ങനെ പാരമ്പര്യമായിട്ട് കൈമാറിപ്പോവാണ്. ഇസ്ലാം അത് കുറച്ചുകൂടിയും വ്യവസ്ഥാപിതമായി സിസ്റ്റമാറ്റിക് ആയിട്ട് സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള ടൂളുകളും കൂടി, പണ്ടൊക്കെ പരമ്പരാഗതവും കുടുംബപരവുമായിട്ടുള്ള ടൂളുകൾക്ക് അപ്പുറത്തേക്ക് വ്യവസ്ഥാപിതമായ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിട്ടുള്ള ഈ പ്രക്ഷാളനാണ്, മസ്തിഷ്ക പ്രക്ഷാളനം. ചെറിയ കുട്ടികളെ ചെറിയ പ്രായം തൊട്ട് പരുവപ്പെടുത്തിയെടുക്കാണ്. അല്ലാതെ ഇത് നൈസർഗികമായിട്ട് ഉണ്ടാവുന്നതാണ് ഇസ്ലാമിലെ വിശ്വാസം. നിങ്ങൾ എങ്ങനെ വിശ്വാസിയായത്? ചെറിയ കുട്ടികളെ നമ്മൾ ഇതാക്കെന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾ എങ്ങനെ മുസ്ലിം ആയത്? മുസ്ലിമായത് നമ്മുടെ ഉമ്മയും ബാപ്പയും മുസ്ലിം തന്നെ അല്ലെ? നിങ്ങളെ ഉമ്മയും ബാപ്പയും നിങ്ങളെ മദർസക്ക് പറഞ്ഞയച്ചില്ലേ? മദർസിന്ന് ഉസ്താദ് നല്ലോണം ചീത്ത പറഞ്ഞും തല്ലിയും പഠിപ്പിച്ചില്ലേ? ഇമ്പോസിഷൻ എഴുതിയും. അങ്ങനെയാണ് നിങ്ങളെ കുട്ടികളെ സ്കൂൾക്ക് മദർസക്ക് വിടാതെ നിങ്ങൾ വളർത്തിയിട്ട് വീട്ടിൽ ബൈബിളും ഖുർആനും ഭഗവത്ഗീതയും ഒക്കെ വായിക്കാൻ കൊടുത്തിട്ട് കുട്ടികൾക്ക് അറബിയും സംസ്കൃതവും ഇംഗ്ലീഷും ഹീബ്രു ഒക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് നിങ്ങൾ 3 പുസ്തകം അവിടെ വെച്ചിട്ട് കുട്ടികളെ വളർത്തി നോക്കി. നിങ്ങളൊന്നും എൻഫോഴ്സ് ചെയ്യാതെ കുട്ടികളെ ബാലരമന്റെ കൂട്ടത്തിൽ ഇത് വെക്കും, ഈ 3 പുസ്തകം വെക്കും. മനസ്സിലായി? നമ്മൾ 5 വയസ്സ് മുതൽ ചെറിയ പ്രായം തൊട്ട് നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, മുഹമ്മദ് നബീനെ കുറിച്ചുള്ള സ്നേഹം, അല്ലെ, അലിയാരുടെ പാട്ട്, ഇത് കേട്ടിട്ടില്ലേ കുട്ടികളെ വളർത്തുന്നേ? നല്ലതല്ലേ? അല്ല അല്ല, ഞാൻ പറഞ്ഞ നല്ലതോ ചീത്ത അവിടെ കട്ടെ. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഇത് നിലനിൽക്കുന്നത് മനസ്സിലായോ? ഇനി അങ്ങനെ വളർന്നു വരുന്ന കുട്ടികള് ചെറിയ പ്രായം തൊട്ട് മതപരമായിട്ടുള്ള കടമകൾ അല്ലെങ്കിൽ രീതികൾ, കൾച്ചർ അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ ആരാധനാക്രമങ്ങൾ നിർബന്ധപൂർവ്വം കുട്ടികളെ കൊണ്ട് ചെയ്ത് പരിശീലിപ്പിക്കല്ലേ നമ്മൾ ചെയ്യുന്ന? ഇതൊന്നും ഇപ്പൊ സമൂഹത്തിനൊരു ദോഷമില്ലല്ലോ. ഞാൻ ചോദിച്ചത് നമ്മൾ അവിടേക്ക് എത്തിയില്ല. നിങ്ങൾ ഇത് എങ്ങനെ ഉണ്ടായി വരുന്നു, എങ്ങനെ നിലനിൽക്കുന്നു, എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളതിനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അങ്ങനെയാണ് ഇത് അതിജീവിക്കുന്നത്. ഇനി 7 വയസ്സ് മുതൽ കുട്ടികളെ നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായി നിസ്കരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? അടിക്കണം, ഇല്ലേ? അത് കുറച്ചുകൂടി വലുതാവുമ്പോ ഒരാള് പിന്നെ എന്താ പറയാ, അമ്റും ബിൽ മഅറൂഫ് വയൻഹാനിൽ മുൻകർ, അല്ലേ? അത് ആരുടെ ഉത്തരവാദിത്തമാണ്?
സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തമാണ്. അപ്പൊ അങ്ങാടിക്ക് ഇറങ്ങുമ്പോൾ ജന്ത നിസ്കരിക്കാൻ പോകാത്ത, ജന്ത വെള്ളിയാഴ്ച പള്ളി കയറാത്ത ചോദിക്കൂലേ? അതെ അതെ. അപ്പൊ ഇങ്ങനെ സമൂഹം കണ്ടീഷൻ ചെയ്തിട്ട് ഇങ്ങനെ പരുവപ്പെടുത്തി കൊണ്ടു നടക്കുന്നതാണ് ഈ സാധനം. ഈ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന എല്ലാവരും ഭയങ്കര തികഞ്ഞ ഭക്തന്മാരാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആരും മനസ്സിലല്ലേ? അല്ല, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എല്ലാവരും ഭയങ്കര പൂർണ്ണമായി ഇതൊക്കെ വിശ്വസിച്ച് ചെയ്യണവരാണെന്ന്? അതോ ഈ വീട്ടുകാർ ചീത്ത അറിഞ്ഞിട്ട് നാട്ടുകാർ മറുപടി പറയാൻ വയ്യായിട്ടും പള്ളിയിൽ പോണവരില്ലേ? അതല്ല, അതൊരു നല്ല കാര്യല്ലേ? കാരണം അല്ല, എന്താ അതാ വെച്ചാല് ഞാൻ പറഞ്ഞത്. നല്ലതും ചീത്ത നമുക്ക് അതിലേക്ക് വരാം. ഞാൻ പറഞ്ഞത് ഇത് നിലനിൽക്കുന്നത് വ്യവസ്ഥാപിതമായി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിട്ട് ചെറിയ പ്രായം തൊട്ട് പഠിപ്പിച്ച് ഇതിങ്ങനെ ആവണം എന്ന് കണ്ടീഷൻ ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, നമ്മുടെ സെൽഫ് ഡെവലപ്പ് ആവുന്നതിന് മുൻപ് നമ്മുടെ ഉള്ളിൽ കുത്തിത്തിരികിയിട്ടുള്ള വിശ്വാസമാണ് പടച്ചോനും നബി കിതാബും സ്വർഗവും നരകവും ഒക്കെ. അപ്പൊ അതിന്റെ മുകളിലേക്ക് നിങ്ങൾ എന്ത് പഠിച്ചു പോയാലും ചെറുപ്പത്തിൽ കയറിയ ഈ സാധനം അത് അവിടുന്ന് ഇളക്കി കളയണമെങ്കിൽ അത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു അൺലേണിംഗ് പ്രോസസ്സാണ്. ആ വിശ്വാസത്തിനെ മറികടക്കുന്ന തരത്തിൽ നിങ്ങളെ യുക്തിയും ബുദ്ധിയും ഒക്കെ പ്രയോഗിക്കാനുള്ള ധൈര്യം നിങ്ങൾക്ക് വേണം. അപ്പൊ മാത്രമേ നിങ്ങൾക്ക് ഖുർആനിലെ ഒരു വചനത്തിനെ യുക്തിഭദ്രമായിട്ട് വിശകലനം ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? ഇങ്ങനെയൊക്കെ ഒരു വചനം അള്ളാഹ് പറയോ, ഇങ്ങനെയൊക്കെ ഒരു വചനം ദൈവം പറയോ എന്ന് ചിന്തിക്കാനുള്ള ധൈര്യം എത്ര മുസ്ലിങ്ങൾക്ക് ഉണ്ടാവും? അല്ല, ഇങ്ങനെ ഒരു ദൈവഭക്തി ഒക്കെ ഉണ്ടാകുമ്പോ നമുക്ക് അല്ല, എന്താ അതിലേക്ക് നമുക്ക് വരാം. ഈ അതിലേക്ക് നമ്മൾ തെറ്റിക്ക് അതിലേക്ക് പോകുന്നതിന് ഒരുപാട് വരാം. അതിലേക്ക് ഞാൻ വരാം. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ചിന്തിക്കാനുള്ള ധൈര്യം എത്ര ആൾക്കുണ്ടാവും? ധൈര്യം ഉണ്ടാവില്ലല്ലോ. കാരണം അത് പിശാജ്, നരകം എന്നുള്ള പേടി അപ്പത്തിന് ഇഗ്നേറ്റ് ചെയ്യൂലേ? അപ്പൊ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയില്ലേ? നമ്മൾ തൗബ ചെയ്യൂലേ? ഇതിങ്ങനെയാ കണ്ടീഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്ന് പുറത്തെടുക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ എന്താണ് ഇതൊക്കെ നല്ലതല്ലേ? അതിലേക്ക് നിങ്ങൾ വന്നോളി, നിങ്ങൾ പറഞ്ഞോളി എങ്ങനെയാന്ന്. ഈ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഇസ്ലാമിലുള്ളൂ. അല്ല, ഇസ്ലാമിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറയാണ് ചെയ്യുന്നത്. ഇസ്ലാമിലുള്ള പ്രശ്നങ്ങളല്ല. ഇപ്പൊ ഞാനൊക്കെ 10ാം ക്ലാസ് വരെ മദ്രസ പഠിച്ചാണ്. പക്ഷെ അതിലൊന്നും ഒരു നിങ്ങൾ പറയുന്ന നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങളുണ്ട് എന്നല്ലാതെ ഞാൻ പറഞ്ഞുണ്ടാക്കിയ ഒരു പ്രശ്നം പറയുന്നത് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നിരീശ്വരവാദികൾ എന്ന് ഇപ്പൊ ഞാൻ സ്പെസിഫിക്കലി ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആളാണ്. ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ ഒരു പ്രശ്നം പറയുന്നത് അത് ഇസ്ലാമിൽ ഉള്ളതാണോ ഇല്ലാത്ത നമുക്ക് നോക്കാലോ. അങ്ങനെ ഇല്ല. ഇസ്ലാമിലുള്ള പ്രശ്നം നമ്മളിപ്പോ ജീവിക്കുന്ന ഈ നൂറ്റാണ്ടില് നിങ്ങളെ സ്പെഷ്യലൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഞാനിപ്പോ പിന്നെ എന്റെ വ്യൂ കൊണ്ട് നോക്കുമ്പോ നിരീശ്വരവാദികളെ എല്ലാരും കൂടെ അല്ല എനിക്ക് നോക്കേണ്ടതുള്ളൂ. അതിപ്പോ അങ്ങനെ പറഞ്ഞ നിങ്ങൾ പെടും, വിശ്വാസികളെ നിങ്ങൾ ഉസാമ ബിൻ ലാദനെയും അതേമാതിരി മറ്റേ ചങ്ങായിനൊക്കെ ന്യായീകരിക്കേണ്ടി വരും. വിശ്വാസികൾ എന്നതിലല്ലേ നമ്മൾ കാണേണ്ടേ. അങ്ങനെ ഞങ്ങൾ കണ്ട നിങ്ങൾ പെടും. വിശ്വാസികൾ IS ന്റെ തലവനും നിങ്ങളും തമ്മിൽ ഞാൻ ഒരേപോലെ കാണണോ? നിങ്ങൾ രണ്ടാളും വിശ്വാസികളല്ലേ? അങ്ങനെ കാണാൻ പറ്റുമോ നമുക്ക്? അങ്ങനെ കാണാൻ പറ്റുമോ? അല്ല, എന്റെ വീടിന്റെ ഒരു ഹിന്ദു അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു അമുസ്ലിം ആയ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ പണ്ട് മുതലേ എന്റെ വീട്ടുകാരൊക്കെ എങ്ങനെയാണ്, അവരായിട്ട് നല്ല നിരക്കാണ് പിന്നെ അവരായിട്ട് സഹവർത്തിന്ന് പോരുന്നത്. പക്ഷെ ഇപ്പൊ ഹിന്ദു ആയിട്ടുള്ള ആളുകള് ഇത് കേൾക്കുമ്പോ അല്ലാതെ മുസ്ലിം ആയിട്ടുള്ള ആളുകൾ ഇത് കേൾക്കുമ്പോ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളോട് വെറുപ്പല്ലേ വരിക? അല്ല, വെറുപ്പല്ല വരിക. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാന്നുള്ളത്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് എങ്ങനെ നിങ്ങളോട് വെറുപ്പ് തോന്നുക? മനുഷ്യർ തമ്മിലുള്ള ബന്ധം മുസ്ലിങ്ങൾ ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കുമ്പോ പറഞ്ഞു കൊടുക്കുമ്പോ അവരെന്താണ് വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. മുസ്ലിങ്ങൾ അങ്ങനെ അല്ലല്ലോ, നിങ്ങൾക്ക് അറിയാലോ. മുസ്ലിങ്ങൾ അങ്ങനെ അല്ലല്ലോ. ഇവരായിട്ട് ഇവരിങ്ങനത്തെ വിശ്വാസക്കാരാണ് എന്നുള്ള ആ ഒരു ചിന്ത സ്വന്തം അയൽവാസികൾ വരുമ്പോ തമ്മിൽ പ്രശ്നങ്ങളാവൂലേ? ഇപ്പൊ എന്റെ അമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും പിന്നെ എന്താ പറയാ ഹിന്ദു ആയിട്ടുള്ള അയൽവാസികളോട് അവര് ഓണം വരുമ്പോ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും, നമ്മളെ പെരുന്നാൾ വരുമ്പോ അങ്ങോട്ട് സാധനം കൊണ്ട് കൊടുക്കും. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിൽ പോകുന്ന ആളുകളാണ്. പക്ഷെ ഇത് കേൾക്കുമ്പോ ഓണാഘോഷത്തിലൊക്കെ പങ്കെടുത്ത് ഓണസദ്യ കഴിക്കുന്നത്, ഓണസദ്യ കഴിക്കാനായിട്ട് പോകാറില്ല. പക്ഷെ നമ്മൾ അങ്ങോട്ട് കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഈ മതത്തിന്റെ പേര് നടത്താറുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി കാരണമാണ് അവർക്ക് നമ്മുടെ വിദ്വേഷം വരിക. അത് പറഞ്ഞുതരാം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് അവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇസ്ലാമിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ, അതല്ലേ അതിന്റെ പോയിന്റ്, അതിന്റെ കോർ അതല്ലേ. അതിന്റെ വേറെ വശമായിരിക്കും ഉണ്ടായിരിക്കാം. പക്ഷെ ഇതിന്റെ അത് പറയാന്ന് നമുക്ക് അതിലേക്ക് വരാം. ഞാൻ പറഞ്ഞത് ഇത് ഞാൻ ഈ പറഞ്ഞ സാധനം. അപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ
വലാവും ബറാവും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. സ്നേഹവും വെറുപ്പും അള്ളാഹ്ക്ക് വേണ്ടി അല്ലേ? ആരെയൊക്കെ വെറുക്കാനാ പറഞ്ഞിട്ടുള്ളത്? ഷിർക്കിനെയും അത് ചെയ്യുന്നവരും ഞാൻ അത് പറഞ്ഞുതരാം, അതിലേക്കൊക്കെ നമുക്ക് വരാം. ഷിർക്കിനെയും അത് ചെയ്യുന്നവനെയും വെറുക്കൽ മതപരമായ നിങ്ങളെ ബാധ്യതയാണോ അല്ലേ? നിങ്ങൾ ചെയ്യുന്നുണ്ടോ അല്ലേ എന്നുള്ള വേറെ കാര്യം. അതിപ്പോ ഏതൊരു മതത്തിലാണെങ്കിലും ഷിർക്ക് ചെയ്യുന്ന മുശ്രിക്കിനെയും വെറുക്കണ്ടേ അള്ളാഹ്ക്ക് വേണ്ടി? അതിനോട് അകലം പാലിക്കണ്ടേ? അകലം പാലിക്കണം, ശരിയാണ്. അത് നിങ്ങൾക്ക് മനസ്സുകൊണ്ട് വെറുക്കണ്ടേ അതിനെ? വേണ്ടേ? അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ അത് വേറെ കാര്യം. മുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല നമ്മൾ അത് പറഞ്ഞുതരല്ലേ. ഞാൻ പറയുന്ന കാര്യം, ഈ മതം ഏറ്റവും മികച്ചതാണ് എന്ന് പറയുമ്പോ ആ മതത്തിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ പറയാണ്. ആ മതത്തിൽ ഉണ്ടോ ഇല്ലേ? പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഉണ്ട്. പിന്നെ ഇപ്പൊ പറയാതിരുന്നിട്ട് എന്താ കാര്യം? അപ്പൊ പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം, ഈ മതം ഭയങ്കര ചക്കരക്കട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് റോഡ് സൈഡിൽ വിൽക്കാൻ വെക്കാതിരുന്ന് നോക്കി, നമുക്കിത് പറച്ചിൽ കുറക്കാൻ പറ്റും. ഈ മതം വെച്ചിട്ടാണ് ബാക്കിയുള്ളവരെ മുഴുവൻ അളക്കുന്നതേ. ബാക്കിയുള്ളവരുടെ ധാർമ്മികത, ബാക്കിയുള്ളവരുടെ സഹിഷ്ണുത, ബാക്കിയുള്ളവരുടെ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടുള്ള ഫലം ഇതൊക്കെയാണ്. അല്ല, ഒരു ഫലമില്ല. ഇസ്ലാമിൽ അങ്ങനെ അല്ല. അതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ വാദിക്കാം. അതുകൊണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എങ്ങനെ? അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അത് ഒഴിവാക്കിയല്ല വേണ്ടത്. എന്താ ഒഴിവാക്കേണ്ടത്? ആ മതത്തിൽ ഇങ്ങനെ ഒരു മിനിറ്റ്, നിങ്ങളെ ഗ്രന്ഥത്തിൽ ഇങ്ങനെ മനുഷ്യത്വ വിരുദ്ധമായ കാര്യമുണ്ടെങ്കിൽ അത് തിരുത്തലല്ലേ മതം ചെയ്യേണ്ട ഉത്തരവാദിത്വം? അല്ലാതെ പറയലാണോ പ്രശ്നം? ഏത് മതത്തിലാ പുതിയ തിരുത്തിയിട്ടുള്ളത്? അല്ല, ഏത് മതത്തിലാ തിരുത്താത്തത്? ഇസ്ലാമില് തിരുത്തിയിട്ടില്ലേ? തിരുത്തിന്ന് പറയുന്നല്ല, തിരുത്താൻ കഴിയില്ലല്ലോ. ഒരു മതത്തിലുള്ള വിഷയങ്ങൾ തിരുത്തണ്ടാന്ന്. ഈ ഡയലോഗ് അടി തിരുത്തിക്കൂടെ? ഏത് നല്ലതാണെന്നുള്ള ഡയലോഗാ? എന്ത് ഈ ബലാവും വറാവും തിരുത്തിക്കൂടെ? നിങ്ങൾ ഈ പറയുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഞാൻ പറയുന്നത്. പ്രശ്നങ്ങൾ കൂടെ ചെയ്യുള്ളൂ. അല്ലാതെ ഗ്രന്ഥത്തിൽ അങ്ങനെയൊക്കെയാണ്, പക്ഷെ നമ്മളെ ചുറ്റുമുള്ള മുസ്ലിങ്ങൾ അങ്ങനെയൊന്നും അല്ല. വിദ്വേഷം കൂടെ ചെയ്യുള്ളൂ. അതെങ്ങനെ കൂടാ? വിദ്വേഷം കൂടുന്നത് നല്ലപോലെ നിന്നിരുന്ന ആളുകള് തമ്മില് മതം എങ്ങനെയാണെന്ന് വരുമ്പോ അവർക്ക് നമ്മോട് ഒരു എതിർപ്പല്ലേ വരിക. ആ എതിർപ്പ് ഇവിടെ തുടങ്ങിയത് ഇതൊക്കെ പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന ആരാ സുഹൃത്തെ? ഇപ്പൊ നമ്മളെ ചെറുപ്പത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സായി ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെ. നിരീശ്വരവാദിയായിട്ടുള്ള അല്ല, പറഞ്ഞുതരാം കേട്ടോളി. എന്റെ ഒന്നും ചെറുപ്പത്തിൽ ഓണസദ്യ കഴിക്കാൻ പാടില്ല, അരവണ പായസം കഴിക്കാൻ പാടില്ല എന്നൊരു വയൽ ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിരുന്നോ? നിങ്ങൾക്ക് എത്ര വയസ്സായി? ഞാൻ പറയുന്നല്ലോ. പറയണ്ട. എന്റെ ചെറുപ്പത്തിൽ എനിക്കിപ്പോ 42 വയസ്സായി. ഞാൻ പറയട്ടെ, 42 വയസ്സായി. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അരവണ പായസം കഴിക്കുന്നു. അമ്പലത്തിൽ നിന്ന് പ്രസാദങ്ങള്, പഞ്ചാമൃതം പോലുള്ള സാധനങ്ങളൊക്കെ കൂട്ടുകാർ ഷെയർ ചെയ്യുമായിരുന്നു. അതൊക്കെ കഴിക്കുമായിരുന്നു. ഓണത്തിന് ഞങ്ങൾ സദ്യക്ക് പോയിരുന്നു. പെരുന്നാളിന് ഞങ്ങളെ വീട്ടിലേക്ക് വരുമായിരുന്നു. ഈ സൗഹൃദം തകർത്തത് ഇവിടെ നിരീശ്വരവാദികളാ? അതോ ഓണത്തിന് പങ്കെടുക്കാൻ പാടുണ്ടോ, സദ്യ കഴിക്കാൻ പാടുണ്ടോ, ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യുമ്പോൾ പോകാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് തെരുവിൽ വയൽ പറഞ്ഞ മൂല്യന്മാരാ? മതത്തിന്റെ വിശ്വാസം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷെ മതത്തിന് ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞാൽ നാട്ടുകാരെ അറിയും, അത് പ്രശ്നം ഉണ്ടാവുന്നതാണ് ഇപ്പൊ നിങ്ങളെ വാദം. ഇത് കൊള്ളാലോ പരിപാടി. ആദ്യം നമ്മളുടെ ഇടയിൽ, നമ്മളെ മതത്തില് ഇന്നത്തെ കാലത്ത് നാട്ടുകാരോട് പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അക്നോളജിയാണ്. ഇങ്ങനെ പ്രശ്നം നമ്മളെ മതത്തിലുണ്ട്, അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല്ലേ? അപ്പൊ നമ്മൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ വെറും മതത്തിന് മാത്രമല്ലല്ലോ പ്രശ്നങ്ങളുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ആയിക്കോട്ടെ, പല പ്രശ്നങ്ങൾ. ഇപ്പൊ പൊളിറ്റിക്സിൽ പ്രശ്നമുണ്ട്, അത് ഒരു വില്ലേജ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ കൈക്കൂലി ഇല്ലാതെ നടക്കില്ല. എവിടെ പോയി കഴിഞ്ഞാലും കൈക്കൂലി വേണം. ഓരോരോ പ്രശ്നങ്ങളുണ്ട്, ഓരോ ആളുകൾ അതത് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ഇപ്പൊ ഇത് വെറും മതത്തിനെ മാത്രം പഠിച്ച് പ്രശ്നങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാ വിഷയവും പറയണ്ടല്ലോ. ഇപ്പൊ സാമൂഹിക ഒരു പ്രതിബദ്ധത, വ്യക്തിപരമായിട്ടുള്ള ചോയ്സ് ആണ്. ഇപ്പൊ ഒരാൾ എന്ത് പറയണം എന്നുള്ളതൊക്കെ വ്യക്തിപരമായ ചോയ്സ് ആണ് അല്ലേ? നിങ്ങൾ എന്ത് കച്ചവടം ചെയ്യണം, നിങ്ങളിപ്പോ ഒരു കട തുടങ്ങി, അതിൽ എന്ത് വിൽക്കണം, നിങ്ങളെ തീരുമാനിക്കണേ. വ്യക്തിപരമായ ഒരു സാമൂഹിക പ്രവർത്തനം നടത്തുമ്പോൾ ഓരോ ആളുകൾ, ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഓരോ ആളുകള്
ഇതിപ്പോ ഒരു ഡോക്ടർ എല്ലാ കാര്യവും എല്ലാം ചികിത്സിക്കണം എന്ന് ഡോക്ടർമാർ വാശി പിടിക്കുന്ന പോലത്തെ ഒരു കഥയാണ്. ഓരോ ആളുകൾ സ്പെഷ്യലൈസ് അങ്ങനല്ല ചെയ്യുന്ന മേഖലകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഇപ്പൊ ഹിന്ദു മത വിമർശനമാണ് കേൾക്കേണ്ടത്. ഹിന്ദു മതത്തിലെ പ്രശ്നങ്ങൾ പറയണവരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഇതുണ്ട്. ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള അനാരോഗ്യകരമായിട്ടുള്ള പിന്നെ കണ്ടന്റിനെ കുറിച്ച്, നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞാനത് കാണാറുണ്ട്. ലീഗലായിട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ കാണാറുണ്ട്. ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. ഓരോ ആളുകളും ഒരു മിനിറ്റ്, ഓരോ ആളുകള് അതാ ഞാൻ ചോദിക്കുന്നത്. ഇതിനുള്ള സാമൂഹിക പ്രശ്നങ്ങൾക്ക് അവനാനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്ന് നിങ്ങൾ ശ്രമിക്കാറില്ല. ഞാൻ പറഞ്ഞു, ഓരോ ആളുകൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന മേഖലകൾ ഉണ്ടാവും. ഇപ്പൊ ചില ആളുകൾ സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള രീതിയിൽ കാണുന്നത് അനാഥരായിട്ടുള്ള കുട്ടികളുടെ കാര്യം മാത്രമായിരിക്കും നോക്കുക. ഇപ്പൊ ജോസ് മാവേലി എന്ന് പറഞ്ഞിട്ട് ഈ ആലുവയിൽ ഒരാളുണ്ട്, അയാൾ തെരുവിൽ അകപ്പെട്ടു. ഞാൻ പറയട്ടെ സുഹൃത്തെ, പറയട്ടെ. അത് പലതും വരും. ഇപ്പൊ നിങ്ങളെ പ്രശ്നം ഞാൻ മതത്തിനെ വിമർശിക്കുന്നതല്ലേ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ല, മതവിമർശനം കൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നല്ലേ നിങ്ങൾ പറയണേ. ആ പ്രശ്നം മതവിമർശനം കൊണ്ട് ഉണ്ടാവുന്നതല്ല. സാമൂഹ്യ പരിവർത്തനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ സോൾവ് ആക്കാനുള്ള ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് കഴിയുന്ന നമ്മൾ ഓരോ ഒരു കാര്യത്തിൽ നിങ്ങളിപ്പോ എന്താ ചെയ്യാ, ഒരു കാര്യത്തിൽ നമ്മൾ എൻഗേജ് ചെയ്യുമ്പോ ആ കാര്യം മര്യാദക്ക് ചെയ്യാം, അങ്ങനെയല്ലേ? അല്ലാതെ ഈ നമ്മള് നാട്ടിൽ പറയില്ലേ, ഈ ആടുംകുട്ടി ചെയ്യുന്ന പോലെ ചെയ്യരുത്, എല്ലാത്തുമ്മയും പോയി വെറുതെ കടിച്ച്, അങ്ങനെയല്ലല്ലോ. നമ്മളൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൃത്യമായിട്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണല്ലോ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകും തോറും ആളുകൾ സ്പെഷ്യലൈസ് ചെയ്ത് പോകുന്നത്. ഇപ്പൊ 10ാം ക്ലാസ് കഴിയുന്നവരെ നമ്മൾ ജനറൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കും. അത് കഴിഞ്ഞ് സയൻസിൽ +2 എത്തുമ്പോഴത്തേക്ക് നമ്മളൊരു സ്ട്രീം തെരഞ്ഞെടുക്കും. അത് മുന്നോട്ട് പോകും തോറും അതിൽ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്യും. അപ്പൊ ഞാൻ ഇസ്ലാമിനെ ജനറൽ ആയിട്ട് ഇസ്ലാമിന്റെ അഖീദയും. അപ്പൊ നിങ്ങൾ ഈ ഇസ്ലാമിനെ വിമർശിക്കുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താ ഈ പ്രശ്നങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായി. പക്ഷെ നിങ്ങള് ഇങ്ങനെ ആളുകൾക്ക് മനസ്സിലാവണം. എന്നിട്ട് ഈ വിമർശനം കൊണ്ട് ആളുകൾക്ക് മാറ്റം ഉണ്ടാവും, സമൂഹത്തിൽ നല്ല മാറ്റം ഉണ്ട്. നിങ്ങൾക്ക് അറിയാലോ, മാറ്റമുണ്ട്. ഗുണം എന്താണ് ഞാൻ ചോദിക്കുന്നത്? നല്ല മാറ്റമാണ്. അതായത് ഈ ജാതി പിന്നെ വൃത്തികെട്ട മത നിയമങ്ങളൊക്കെ ആളുകൾ, മുസ്ലിം കുട്ടികൾ കാറ്റിപ്പറത്തി കളിക്കുന്ന ഞാൻ കാണുന്നുണ്ട്. ശരിയായിരിക്കും, അതന്നെ മാറ്റം. അങ്ങനെ തന്നെ മാറ്റം ഉണ്ടാവുക. മാറ്റമുണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്താ? അങ്ങനെ തന്നെ മാറുണ്ടാവുക. ഈ പറഞ്ഞ സ്പർദ്ധയും ഈ പറഞ്ഞ പിന്നെ എന്താ പറയാ അസഹിഷ്ണുതയും ഒക്കെ കുറഞ്ഞു വരും. എന്താ മാറ്റം എന്ന് വെച്ചാൽ, ഇപ്പം മുർത്തദിനെ കൊല്ലണം എന്നതാണ് മതനിയമം എന്ന് ഇപ്പോഴും മദ്രസ പഠിപ്പിക്കുന്നു. മതനിയമേ ഉള്ളൂ. പക്ഷെ നമ്മളാരും അത് പുറത്തേക്ക് എടുത്ത് പറയാറുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആരെ പുറത്തേക്ക് എടുത്ത് പറയണത്? ആരിത് മുർത്തദിനെ കൊല്ലണം, നമ്മളങ്ങ് പഠിച്ചങ്ങ് പോകുന്നല്ലാതെ. അപ്പൊ ഇപ്പൊ നിസ്കരിക്കാത്തവരെ കൊല്ലണം പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ ഇങ്ങനെ പഠിച്ചാണ് പോകുന്നോ? എന്താ നിങ്ങൾ പഠിപ്പിക്കണ നിങ്ങളെ കുട്ടികളെ? അല്ല, ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ അല്ല, ഞാൻ 10ാം ക്ലാസ് വരെ മദ്രസ പഠിച്ചെന്നല്ലേ പറഞ്ഞേ? ഇവിടെ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ അതിന്റെ പേരില്? ഞാൻ ഒരുപാട് കൊലപാതകം വേറെ നടക്കണ്ട, അതിനൊന്നും എതിർക്കണില്ല. നിങ്ങൾ അതിനെ എതിർക്കണില്ല. വേറെയുള്ള എത്രയോ കൊലപാതകങ്ങൾ പല വിഷയത്തിന്റെ പേരിൽ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ എതിർക്കുന്നില്ല. ഇത് എതിർക്കുകയാണെങ്കിൽ എല്ലാത്തിനും എതിർക്കുക. സാമൂഹ്യ തിന്മ. അപ്പൊ ഈ നിങ്ങൾ പറഞ്ഞ മാറ്റങ്ങൾ ഉണ്ടായി. പഠിച്ചു പോണുള്ളൂന്നോ? അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ മാറ്റം ഉണ്ടായിന്ന് പറയും. ഈ മാറ്റം കൊണ്ട് എന്താ ഗുണമുള്ളത്? മാറ്റം ഗുണമുണ്ടാവുന്നത് എന്താണ്? ഈ തരം തിരിച്ചറിവുകൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ വെറുതെ പഠിച്ചാണ് പോണു, ഞങ്ങൾ ആരും കൊല്ലുന്നൊന്നുമില്ല എന്ന് പറഞ്ഞ ഒരു മാറ്റല്ലേ? അത് പണ്ടേ ഉള്ളതാണെന്ന്. അല്ല, വിദ്വേഷം കൂടിയത്. ചേകന്നൂർ എവിടെ പോയതാ? എവിടെ പോയതാ? ഒറ്റപ്പെട്ട സംഭവങ്ങൾ. അല്ല, ഒറ്റപ്പെട്ട ചേകന്നൂർ മൗലവി എവിടെ പോയത് നിങ്ങൾ പറയും. നമുക്ക് എങ്ങനെ അറിയാം? നിങ്ങൾക്ക് അറിയില്ല. ചേകന്നൂർ മൗലവിയെ കുറിച്ച് മൗലവിമാര് വയലു പറഞ്ഞാൽ എന്താന്ന് നിങ്ങൾക്കറിയോ? പിന്നെ നിങ്ങൾ പഠിച്ചു പോണുള്ളൂ പറഞ്ഞല്ലോ. മാറ്റി പോയാൽ മാറ്റം ഉണ്ടാവുന്നത് ഈ കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ എന്നെ വിളിച്ച് ആദ്യം ചോദിച്ച സംശയം, നിങ്ങൾ ഇതൊക്കെ വിശ്വസിച്ചിരിക്കല്ലേന്നോ? ഇത് 1,00,000 ചില്ലാനം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, മുഹമ്മദ് നബി അവസാനത്തെ പ്രവാചകന്മാരാണ്, ഇതിന് തെളിവൊന്നുമില്ലാന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലുള്ളൂ. അങ്ങനെ മനസ്സിലാകുമ്പോ സാമൂഹിക നിയമങ്ങളിലും രാഷ്ട്രീയ നിയമങ്ങളിലും ഈ ഓണത്തിന് കഴിക്കാൻ പാടുണ്ടോ, മിണ്ടാൻ പാടുണ്ടോ, പോകാൻ പാടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ആൾക്കാർക്ക് മാറ്റം ഉണ്ടാവും. ഈ മൂല്യന്മാര് നമ്മളെ നാട്ടിലെ പൊതുവായ കാര്യങ്ങൾക്ക്
പൊതുവായ നമ്മുടെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന മൂല്യന്മാരെ വിശ്വാസികൾ തന്നെ ഇതൊക്കെ മനസ്സിലാവുന്ന കുട്ടികൾ പുതിയ തലമുറ പോയി പണിയൊക്കെ മൂല്യാരെ എന്ന് പറയും. അപ്പൊ നാട്ടിൽ കുറച്ച് സമാധാനം ഉണ്ടാവും. അതാണ് മാറ്റം. ഒരു നിലക്ക് പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ സമാധാനം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ വേറെ നിലക്ക് പ്രശ്നങ്ങളും തുടങ്ങുന്നു. എന്താ പ്രശ്നം? ഞാനീ പറഞ്ഞ പോലെ വിദ്വേഷം കൂടുന്നതാണ്. ഒരു നിലക്ക് നോക്കി കഴിഞ്ഞാൽ വിദ്വേഷം കുറയുന്നത് നിങ്ങൾ വിദ്വേഷം കൂടുന്നത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. വിദ്വേഷം കൂടുന്നത് വിദ്വേഷത്തിന്റെ കട തുറന്നിരിക്കുന്ന എല്ലാ വിഭാഗത്തിലുള്ള കച്ചവടക്കാരുണ്ട്. പൊളിറ്റിക്കൽ മോട്ടിവേഷൻ ഉള്ളത് കൊണ്ടും റിലീജിയസ് ആയിട്ടുള്ള മോട്ടിവേഷൻ ഉള്ളത് കൊണ്ടും പരസ്പര സ്പർദ്ധയും വെറുപ്പും വളർത്താൻ വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ എല്ലാ മതങ്ങളിലും ഉണ്ട്. അതിനോട് ചേർന്ന് പോകുന്ന ആൾക്കാർ മതരഹിതമായ സമൂഹത്തിൽ പൊളിറ്റിക്കലായിട്ടും ഉണ്ട്. അത് ഇവിടെ മാത്രമല്ല, ലോകത്തെമ്പാടും ഉണ്ട്. നമ്മൾ പറയുന്നത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പറ്റില്ല. മുസ്ലിങ്ങൾ പൊതുവിൽ ഇസ്ലാമിക മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരല്ല. അതിപ്പോ നിങ്ങളും അല്ല, ഉറപ്പാണ്. അപ്പൊ പക്ഷെ മതത്തിൽ ഭയങ്കര പത്രം മാറ്റി ഈ സാധനം ഇത് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നമ്മൾ ഇസ്ലാം പരിചയപ്പെടുത്താൻ വേണ്ടി ദഅവത്ത് നടത്താൻ വേണ്ടി പരിശീലനം കൊടുത്തിട്ട് കുട്ടികളെ സ്കൂളുകളിലും ക്യാമ്പസിലേക്കും പറഞ്ഞയക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അവിടെ വരുന്ന സഹപാഠികളായിട്ടുള്ള ക്രിസ്ത്യാനിയും ഹിന്ദുവിനെയും ഒക്കെ മതം പറഞ്ഞ് മതത്തിലേക്ക് ചേർക്കാൻ ദഅവത്ത് നടത്താൻ പരിശീലനം കൊടുത്ത് കുട്ടികളെ പറഞ്ഞയക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇന്ത്യയില് നിർബന്ധിക്കാൻ പാടില്ല എന്നല്ല ഞാൻ ചോദിക്കുക. ആർക്കും മതപരിവർത്തനം നടത്താമല്ലോ. മതപരിവർത്തന സ്കൂളിൽ മതപരിവർത്തനം നടത്താൻ പരിശീലനം കൊടുക്കുന്നതിനൊക്കെ ഒരു കുഴപ്പമില്ല. മൊത്തത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കുന്ന കോളേജുകളിലാണ്. കോളേജ് ക്യാമ്പസുകളിൽ പഠിക്കുന്ന കുട്ടികളെ, സഹപാഠികളെ, ഹോസ്റ്റലിൽ പിന്നെ ഒരുമിച്ച് കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുന്നവരെ ഈ മതവും പറഞ്ഞ് മറ്റൊരു മതത്തിലെ പ്രശ്നവും പറഞ്ഞ് ഞങ്ങളെ മതത്തിന്റെ പോരിശയും പറഞ്ഞ് കുട്ടികളെ മതപരിവർത്തനം നടത്തുക എന്ന ഇന്റൻഷനിൽ അവനവന്റെ കുട്ടികളെ പരിശീലിപ്പിച്ചു വിടുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ അത് സമൂഹത്തിൽ നല്ലതാണോ ചീത്തയാണോ? കോളേജിലാരും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതിന് മേഖല ചെയ്യുന്ന ആൾക്കാരുണ്ടോ? എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ ദഅവ വർക്ക്ഷോപ്പ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പൊ ഇതൊക്കെ ഇവിടെ നടക്കുമ്പോ നീ പറഞ്ഞു കേട്ടോളി, ഈ മതം പല മതങ്ങളിൽ ലോകത്ത് പല കാലഘട്ടങ്ങളിലായിട്ട് പല മതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ മതത്തിലൊക്കെ വിശ്വസിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യന്മാരും ഉണ്ട്. ആ മനുഷ്യന്മാര് തങ്ങളുടെ മതം ഭയങ്കര മുന്തിയ മതമാണെന്നും മറ്റുള്ള മതമൊക്കെ പ്രശ്നമാണെന്നും പറഞ്ഞ് അവർക്കിടയിൽ പോയി പ്രശ്നം ഉണ്ടാക്കി സമാധാനത്തോടെ ജീവിക്കുന്ന സമൂഹത്തിനിടയിൽ ഇത് തമ്മിൽ താരതമ്യം ചെയ്ത് സഹകരിക്കാൻ പാടുണ്ടോ, പോകാൻ പാടുണ്ടോ, നിൽക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞു നടക്കുകയും അതേ സമയത്ത് മറ്റുള്ള മതത്തിലുള്ള ആൾക്കാരെ ഞങ്ങളെ മതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അതിന് പൈസ ചെലവാക്കി സംവിധാനങ്ങൾ ഒരുക്കി പരിശീലനം കൊടുത്ത് നടക്കുകയും തെരുവിൽ നടന്നിട്ട് അഭ്യാസ പ്രകടനം നടത്തുമ്പോൾ നിങ്ങൾ ഈ വിൽക്കാൻ നടക്കുന്ന സാധനം അതിന്റെ കൊണ എന്താന്ന് നമ്മൾ പരിശോധിച്ച് പറയും. അതാണ് നമ്മൾ ചെയ്യുന്നത്. സാമൂഹിക തിന്മകൾ വേറെ ഉണ്ടാകുമ്പോ പിന്നെ അതിലേക്കല്ല കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ല, അതൊക്കെ ഓരോ ആളുകൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞതേ. ഓരോ ആളുകള് ഓരോന്നിലാണ് സ്പെഷ്യലൈസ് ചെയ്യുക. സാമൂഹിക തിന്മ റെഡിയാക്കി ആടുന്നുണ്ടെങ്കിൽ അതെല്ലാം പെടും. ഡോക്ടർ വിഷയം പറഞ്ഞു അല്ല, ഒരു MBBS പഠിച്ചാൽ ഞാൻ പനി മാത്രമേ ചികിത്സിക്കുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നിങ്ങൾ ഒരു പല്ല് ഡോക്ടറെ ചെന്നിട്ട് നിങ്ങൾ എന്റെ ഹാർട്ട് നിങ്ങൾ എന്നെ സർജറി ചെയ്യണമെന്നാണ്. അങ്ങനല്ല നിങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഹാർട്ട് സർജറി അല്ല, ഒരു പല്ല് ഡോക്ടറെ അടുത്ത് ചെന്നുകൊണ്ട് ഞാൻ പല്ല് പിന്നെ ക്ലീൻ ചെയ്യുന്ന കാര്യം മാത്രമേ നോക്കുള്ളൂ, അല്ലാതെ സാമൂഹിക തിന്മ എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഇസ്ലാമാണ് കൈകാര്യം ചെയ്യുന്നത്. പ്രധാനമായിട്ട് ഇസ്ലാമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇസ്ലാമിൽ തന്നെ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ നിയമങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലാതെ അതിന്റെ അഖീദ ഒന്നും കീറി മുറിക്കൽ എന്റെ ലക്ഷ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ഏതെങ്കിലും ഒരു ഇസ്ലാമിക ആരാധനയെ കുറിച്ച് വിമർശിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കൂല. കാരണം എന്താ വെച്ചാൽ അത് വിശ്വസിക്കുന്ന ആള് ചെയ്യുന്ന ഒരു ആരാധന അത് അഖീദായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ തള്ളിക്കൊണ്ടെന്ന അതിനെ കുറിച്ച് എന്റെ അഭിപ്രായം പറയും. സാമൂഹികവും രാഷ്ട്രീയവുമായിട്ട് ഈ മതം എങ്ങനെയാണ് സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത്, അതിന്റെ പ്രശ്നങ്ങൾ എന്താണ്, ഇതാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ പറഞ്ഞ ഏതെങ്കിലും കാര്യം ശരിയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ സമ്മതിക്കും. അത് നമുക്ക് തിരുത്താം. അതേ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ നാട്ടില് ഇങ്ങനെ നമ്മൾ പരസ്പരം പറഞ്ഞ സ്പർദ്ധ ഉണ്ടാവും എന്ന് പറയുന്ന നാട്ടില് 12ാം ക്ലാസ്സിലൊക്കെ എട്ടിയില് ഞാൻ നിങ്ങൾക്ക് ഞാൻ വായിച്ചു തരാം. ഇത് പിന്നെ അദ്ദർസു സാമിൻ എന്ന സമാനിയാശറേ എന്താണിത്, പിന്നെ അരിദ്ദത്ത് എന്നൊരു പാടുണ്ട്.
അതിൽ പറയുന്നത് എന്താണ് റിദ്ദത്ത്, ആരാണ് മുർത്തദ്, എങ്ങനെയാണ് ഒരാൾ മുർത്തദാവുക, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് മുർത്തദാവും, ഇത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പഠിപ്പിക്കുന്ന പാഠം തിസ്സ അഷ്റ മാ യജിബു അലൽ മുർത്തദി എന്നാണ്. മുർത്തദിന്റെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യം എന്താണെന്നാണ് അതിൽ പറയുന്നത്. മുർത്തദിനെ ഞാൻ പറഞ്ഞുതരാം. വമൻ ബദ്ദല ദീനുഹു ഫഖ്തുലൂഹു എന്ന് പറയുന്ന ഒരു ഹദീസ് അതിനകത്ത് ഉദ്ധരിച്ചിട്ട് പറയാണ് വയജിബു അലൈഹിം അയ്ളൻ ഖലാഉ മാ ഫതാഹു മിൻ വാജിബാത്തി അത് തിരിച്ചു വരികയാണെങ്കിലാണ് വയജിബു അലൽ ഇമാമി ഔ നാഇബിഹി അൻ യഉമുറു ബിൽ ഔദി ഇലൽ ഇസ്ലാമി, ഇസ്ലാമിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെടണം അല്ലേ. വൈദാ അസ്ലമ സഹൻ വ ഇസ്ലാമുഹു വതുരിക, അപ്പൊ കുഴപ്പമില്ല. ഫഇല്ലം യഅദു ഫയഖ്തുലു എന്നാണ് പറയുന്നത്. നിങ്ങൾ 10ാം ക്ലാസ് അറബി പഠിച്ചല്ലേ, മദ്രസ പഠിച്ചല്ലേ, എന്ത് പറയുന്ന അർത്ഥം? അതായത് ഫൈലം ഫയഖ്തുലു, അപ്പൊ ആരെങ്കിലും അങ്ങനെ ഖേദിച്ച് മടങ്ങി ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ തയ്യാറായില്ലെങ്കിൽ അവനെ കൊല്ലണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. അത് നമ്മുടെ നാട്ടിൽ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഒരു ഇഷ്ടമുള്ള പൗരന് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അധികാരമുള്ള അവകാശമുള്ള നാട്ടില്, പ്രബോധനം വരെ നടത്താൻ അവകാശമുള്ള നാട്ടില് ഒരാള് മതം ഉപേക്ഷിച്ചാൽ അവനെ കൊല്ലണം എന്നതാണ് മതനിയമം എന്ന് കിതാബിലുണ്ടെങ്കിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ പാടുണ്ടോ? അല്ലെങ്കിൽ തന്നെ 12ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാറിന് എത്ര വയസ്സുണ്ടാവും? മദ്രസ കണക്കനുസരിച്ച് 17 വയസ്സ്. 17 വയസ്സുള്ള കുട്ടിനെ പഠിപ്പിക്കേണ്ടതാണോ നമ്മളെ മതം വിട്ടിട്ട് ഒരാൾ പുറത്തു പോയി അവനെ കൊല്ലണം എന്നുള്ളത്? ഒരു കൊല്ലുണ്ടോ ഇല്ലെന്ന് വേറെ കാര്യമാണ്. അതാണ് മതനിയമം. ഇസ്ലാമിന്റെ നിയമം അനുസരിച്ചിനോ കൊല്ലണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാൻ പാടുണ്ടോ ഇല്ല? നിങ്ങൾ പറയും. കിതാബിലുണ്ടോ ഇല്ല അത് വേറെ. ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ അവിടെ പഠിപ്പിച്ചാ പോരെ? ഇത് നമ്മൾ പറയണ്ടേ? ഈ പുസ്തകന്റെ കയ്യിലുണ്ട്, ഞാൻ പുസ്തകം വായിച്ചതാ. ഇനി ഇത് ഏതെങ്കിലും തീവ്രവാദ ഗ്രൂപ്പ് നടത്തുന്ന സ്കൂൾ മദ്രസിന്റെ അല്ലട്ടോ. ഈ പുസ്തകം ഏതാ അറിയോ? വായിച്ചുതരാം നിങ്ങൾക്ക്. ആ പുസ്തകം പബ്ലിഷ് ചെയ്ത ആൾക്കാരെ നിങ്ങൾക്ക് വായിച്ചുതരാം. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. ഏതാ ബോർഡ്? നമ്മുടെ പാണക്കാട്ടെ തങ്ങന്മാരുൾപ്പെടെ രക്ഷാധികാരികളായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട പോഷക സംഘടനയായിട്ടുള്ള, മുസ്ലിം ലീഗിന്റെ പോഷക സംഘടന എന്നല്ല, അതിന്റെ ഒരു സപ്പോർട്ടിങ് ബേസ് ആയിട്ടുള്ള ഇവിടുത്തെ ഒരു സെക്കുലർ ഇസ്ലാം എന്ന് പൊതുവിൽ ഞാൻ ഉൾപ്പെടെ പറയാറുള്ള EK സമസ്തന്റെ മദ്രസ പുസ്തകമാണിത് അല്ലേ. ഇത് മുജാഹിദിന്റെ ജമാഅത്തിന്റെയും തബ്ലീഗിന്റെയും അല്ല. ഇത് IS-ന്റെ മദ്രസയിൽ പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരു തീവ്രവാദികളാണ് അറിയാം. ഇത് ഇപ്പൊ ഒരാളെ ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ കൊല്ലപ്പെടേണ്ടവനാണെന്ന് ഒരു വ്യക്തിയെ, ഒരു ഇന്ത്യൻ പൗരനെ മുദ്ര കുത്താൻ മതം അനുസരിച്ച്, മതമുള്ള നാട്ടിലാണെങ്കിൽ പോനെ കൊന്നിട്ടുണ്ടാവും എന്ന് കുട്ടി കാണുന്ന തരത്തിൽ ഒരു മനുഷ്യനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കൊല്ലോ ഇല്ല എന്നുള്ളതിനപ്പുറത്തേക്ക് ആ മനുഷ്യരോടുള്ള അല്ലെങ്കിൽ ആ വിഭാഗത്തോടുള്ള ആ കുട്ടി വളർന്നു വരുമ്പോൾ അവന്റെ സമീപനം എന്തായിരിക്കും? അപകടമുള്ളതല്ലേ? സാമൂഹ്യ പ്രശ്നം ഭീകരമാണത്. അത് മറ്റെന്തിനേക്കാളും പ്രധാനമാണ്. പ്രത്യേകിച്ച് ഈ പുസ്തകത്തിൽ കൊല്ലപ്പെടേണ്ടവൻ എന്ന് മുദ്ര കുത്തപ്പെട്ട ഒരുത്തനാണ് ഞാൻ, മുർത്തദ്ദാണ്. അപ്പൊ ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഇതിൽ തന്നെയല്ലേ ചെയ്യേണ്ടത്? എന്റെ ജീവിക്കാനുള്ള അവകാശം, എന്നെ പോലുള്ള ആളുകളുടെ അവകാശം, അവർക്കെതിരെയുള്ള അക്രമത്തിന് പ്രതിരോധിക്കുക, ഇതല്ലേ പ്രാഥമികമായിട്ട് ഒരാളുടെ കടമ? പ്രതിരോധം അപരാധമല്ലല്ലോ. അപ്പൊ ഇത് എന്താ വെച്ചാൽ ഇതൊക്കെ റിപ്പയർ ചെയ്യുക, അകത്ത് റിപ്പയർ നടക്കണം. ഇതൊക്കെ നിങ്ങൾ പറയണം. ഇതൊക്കെ എന്തിനാ കുട്ടികളെ പഠിപ്പിക്കണെന്ന്? അത് പഠിപ്പിക്കാൻ പാടുണ്ടോ? ഒരു കാലത്ത് 5ാം ക്ലാസ്സിലെ മദ്രസയിലുണ്ട് നിസ്കാരം ഉപേക്ഷിച്ചവനെ കൊല്ലണം എന്ന് ഇസ്ലാമിന്റെ നിയമമുണ്ട്. ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട്. 5ാം ക്ലാസ് പഠിപ്പിച്ചു. ഇതുപോലെ സാമൂഹികതകൾ വേറെ ഉണ്ട്, അതും കൂടെ അത് നമുക്ക് പറയാം. സമയം പോലെ നമുക്ക് അതൊക്കെ ചെയ്യാം. ഇതിപ്പോ എന്റെ പ്രയോറിറ്റി ഇതാണ്. എന്നെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം ഇവിടെ ഉണ്ട്. ആ പ്രത്യയശാസ്ത്രം അപകടമാണ് എന്ന് സമൂഹത്തോട് പറയൽ എന്റെ ഉത്തരവാദിത്തമാണ്. അതെന്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. അത് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അഭിപ്രായമുണ്ട്, പറയാൻ പറ്റുന്നിടത്തൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഇതിലാണ്. ഇപ്പോ ഭാവിയിൽ എങ്ങനെയായിരിക്കും ഇപ്പൊ പറയാൻ പറ്റില്ല. ഓക്കെ, ശരി, ഓക്കെ, താങ്ക് യു.